വിവിധ ഭാഗത്തു വന്ന രക്ഷിതാക്കന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ഉണ്ട്. അവരോട് ഒരു വിനീതമായ റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾക്കുള്ള ഉച്ചഭക്ഷണം ഈ മാനേജ്മെൻറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഒരു കീഴ്വഴക്കമാണ്. ഞങ്ങളെ പിതാവും മാതാവും പഠിപ്പിച്ചതാണ്. നാട്ടിൽ വരുന്നവരും വീട്ടിൽ വരുന്നവർക്കും പരമാവധി ഭക്ഷണം കൊടുക്കണമെന്ന്. ആ കീഴ്വഴക്കം അനുസരിച്ച് നിങ്ങൾ വളർന്ന ഓരോരുത്തരും ഭക്ഷണം കഴിക്കാതെ പോകരുത് എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സ്റ്റേജിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ആരുടെ പേരും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞാൽക്കും കേസുണ്ടാവില്ല. ഏതായാലും ബഹുമാനപ്പെട്ട MLA ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, 2003 വ്യവസായ സംഗമം നടത്തി അക്ഷയെ തൊട്ട് തലോടി കേരളത്തിന് വികസന സംഗമം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ MLA, അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ചെറുപ്പത്തിൽ മാതാപിതാക്കൾ മരിച്ചുപോയെങ്കിലും താൻ അനാഥനല്ല, സനാതനായിട്ടാണ് ഈ ജനത്തോടൊപ്പം വളർന്നതെന്ന് നമ്മോട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലം അനുസ്മരിച്ചുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തുകയാണ്. പ്രിയങ്കരനായ നമ്മുടെ വേദിയിൽ ഇരിക്കുന്ന, നേരത്തെ ഇവിടെ കുഞ്ഞുട്ടി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സ്വാഗതം ചെയ്ത മാഷ് എല്ലാവരെയും പരമാവധി സ്വാഗതം ചെയ്തതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. ചെറിയ കുട്ടികളുടെ അവരുടെ സ്വതസിദ്ധമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ന് സബ് ജില്ലാ അടിസ്ഥാനത്തിലുള്ള ഈ പരിപാടി, ഈ മേള, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ അതിയായ സന്തോഷമുണ്ട്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ തീർച്ചയായും അഭിമാനപൂർവ്വമാണ് പങ്കെടുക്കുന്നത്. ഇത്രയും അധികം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാലയം എൻ്റെ മണ്ഡലത്തിലാണ് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമാണ്. അതേപോലെ തന്നെ ഈ വിദ്യാലയം തീർച്ചയായും ഇത് എൻ്റെ നേരെ അമ്മാവൻ്റെ പേരിലാണ്, വിജയകുട്ടി ഹാജിയുടെ പേരിലാണ് അവർ സ്ഥാപിച്ചതാണ്. അതിലേറെ അഭിമാനകരമാണ്. കുഞ്ഞുമൈദു മെമ്മോറിയൽ ഹൈസ്കൂള്, അതുപോലെ മദ്രസ ഒക്കെ വ്യക്തിപരമായി ഇവിടെ പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഈ നാട്ടിലെ വിദ്യാഭ്യാസ താല്പര്യം, മതവിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ആ താല്പര്യങ്ങളൊക്കെ മാത്രം വെച്ച് സ്ഥാപിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇന്നത്തെ നിലയിലെത്തിച്ച മൺമറിഞ്ഞു പോയ ആ മഹാന്മാരെയൊക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അവർക്ക് അതിനുള്ള ഗുണം സർവശക്തൻ നൽകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക. നമുക്കെല്ലാവർക്കും ഒരു ഊത്തുവള്ളിയായി നടന്നിരുന്ന സ്ഥാപനം ഇന്ന് അവരൊക്കെ സന്മനസ് വെച്ച് ആ കാലത്ത് ആരും മെനക്കെടാത്ത കാലത്ത് മെനക്കെട്ട് പിന്നീട് വന്ന തലമുറ അത് ഏറ്റെടുത്ത് ഭംഗിയായി കൊണ്ടു നടന്ന് ഇന്നും കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഈ വേങ്ങര നിയോജക മണ്ഡലത്തിലെ ചരിത്രമുള്ള ഈ വിദ്യാലയത്തിൽ സ്കൂളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇവിടെയാണ് എന്നുള്ളത് അഭിമാനകരം തന്നെയാണ്. സബ് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ പരിപാടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവരുടെ ബാക്കിയുള്ളവർക്കും കുട്ടികളുടെ ബാക്കിയുള്ളവർക്കും ഒക്കെ വളരെ താല്പര്യത്തോടും അതുപോലെ തന്നെ അവരുടെയൊക്കെ അഭിമാനത്തോടും കൂടി കാണാൻ ഉദ്ദേശിക്കുന്ന ഒന്നാണ്. ചെറിയ കുട്ടികളുടെ അവരുടെ വൈവിധ്യമാർന്ന കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനാണ്. വളരെ നല്ല നിലയിൽ ഈ സബ് ജില്ലയിൽ അധികം അങ്ങനെ പരിപാടി നടക്കുന്നില്ല എന്ന് പറഞ്ഞു. ഈ സബ് ജില്ലയിൽ ഈ വിദ്യാലയത്തിൽ വെച്ച് ഇത് നടത്താൻ മുന്നോട്ട് വന്ന അധികൃതരെയും എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. കുട്ടികളിൽ നിന്നാണ് വലിയവർ ഉണ്ടാകുന്നത്. ആ കുട്ടികൾ വലുതാവുമ്പോൾ വലിയവരാവണം എന്നുണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ച് പ്രോത്സാഹനം കൊടുക്കണം. അല്ലെങ്കിൽ നിഷ്കളങ്കരായ കുട്ടികൾ ആ പ്രായത്തിൽ തന്നെ വെച്ച് മൊട്ട് കരിയുന്നത് പോലെ കരിഞ്ഞു പോകും. കരിയാതെ പുഷ്പിച്ച് പന്തലിച്ച് അതിന് കായും പൂവൊക്കെ ആയിട്ട് വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതിന് വേണ്ട വളവും വെള്ളവും നൽകി പ്രോത്സാഹിപ്പിക്കുക. അതാണ് ഈ സബ് ജില്ലാ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഈ മേള. അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് ഞാനിതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും അവരൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാനുടനെ മറ്റു പരിപാടിക്ക് പോകുന്ന അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നന്ദി. നമുക്ക് നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്തതായിട്ട് ഈ ചടങ്ങിൻ്റെ ലോഗോ പ്രകാശനമാണ് ബഹുമാനപ്പെട്ട MLA, അത് നമ്മുടെ സ്വാഗത സംഘം കൺവീനർ ഹസീന ബസൽ അവർക്ക് നൽകിക്കൊണ്ട് മനോഹരമായ ഒരു ചടങ്ങാണിത്. MLA തിരക്കുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചടങ്ങ് പൂർത്തിയാക്കാം. നമുക്ക്
എഴുന്നേറ്റ് നിന്ന് ഒരു കയ്യടി അടിക്കാം. പറ്റുന്നവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. നല്ലൊരു കയ്യടി. മനോഹരമായ ഈ മേള, ഈ മഴവിൽ വർണ്ണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ, സാംസ്കാരിക ഭൂപടത്തിൽ എക്കാലത്തും അടയാളപ്പെടുത്തും. മകരം മനോഹരമാകുകയാണ്. ഈ മകരത്തിലെ ഓരോ മുബഷീറ എവിടെയാണ്? മനോഹരമാവുകയാണ് ഈ മഴവിൽ വർണ്ണങ്ങൾ കേരളത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ എക്കാലത്തും അടയാളപ്പെടുത്തും. ഇത് ഡിസൈൻ ചെയ്ത മുബഷീറ ടീച്ചർ ഇപ്പോൾ വേദിയിലൂടെ നമുക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. ഈ മനോഹരമായ ലോഗോ നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത് മുബഷീറ ടീച്ചറാണ്. ടീച്ചർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാം. കേരളം എക്കാലത്തും ഈ ബാലകലാമേള അടയാളപ്പെടുത്തുമെന്നുള്ളത് നമ്മുടെ MLA മുഖഭാഷയിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. തീർച്ചയായിട്ടും അദ്ദേഹം തന്റെ ബാല്യം ഓർക്കും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ബാല്യം ഒരിക്കൽ കൂടി നഷ്ടപ്പെട്ട ബാല്യത്തിന്റെ തിരിച്ചുവരവ് ഓർക്കുന്ന അവിസ്മരണീയമായ ഒരു ചടങ്ങാണിത്. പ്രിയമുള്ളവരെ, ഈ 3 വയസ്സ് മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളുടെ മനോഹരമായ ഈ കലാവിരുന്ന് ഈ വേദിയിൽ ഉദ്ഘാടനം ചെയ്ത വേങ്ങരയുടെ അനിഷേധ്യനായ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ്, നമ്മുടെ എല്ലാവരുടെയും